കാട്ടിക്കൂട്ട് തട്ടിപ്പ് സിനിമ പറഞ്ഞതാണ്. നിന്റെ സാംസ്കാരിക നിലവാരം സ്വല്പമെങ്കിലും ഉയരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഇതൊരു സിനിമയായിട്ട് പോലും കൂട്ടാൻ പറ്റൂല. ഇതൊരു ഷോർട്ട് ഫിലിം ആയിട്ട് കൂട്ടിയാൽ പോലും വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഷോർട്ട് ഫിലിംസ്. ആദ്യം തരിക്കും, പിന്നെ കുത്തിത്തരിക്കും, എന്നിട്ടെല്ലാം മാറ്റിമറിക്കും. പിഷാരടിയൊക്കെ വെറുപ്പിക്കൽ പറഞ്ഞാല് എന്താ അവര് സംസാരിക്കുന്നത്? പിഷാരടി അജുവും കൂടി എന്താ കാണിക്കുന്നേ? ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. 10 ലക്ഷം രൂപ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കേണ്ടി വരും. പോലും 3 അസഹനീയ സിനിമ കണ്ടതിലും ഭീകരമായിരുന്നു ഈ 1.25 ടോർച്ചർ സഹിച്ച് തിയേറ്ററിലിരുന്നത്. പുലി മുന്നോട്ട് ചാടുന്നതിന് മുമ്പ് ഒരു ചുവട് പിന്നോട്ട് പതുങ്ങും. അതുപോലെ ഇപ്പൊ ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. മൊബൈൽ ഷൂട്ട് ചെയ്തിട്ട് BGM ഇട്ടതാ, വേറൊന്നുമില്ല എന്നാണ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാരുടെ ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ഫോറസ്റ്റ് അപരാധം, അതിൽ കുറച്ചൊന്നും പറയാൻ കഴിയില്ല. എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല, ഇവൻ എനിക്ക് കണ്ടുകൂടാ. ആ ജീവയും മറ്റേ ദിവ്യദർശനം കൂടി ബെഡിൽ കിടന്ന് അടികൂടുന്നു. ഇങ്ങനെ ആളുകൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ച ഒരു അപരാധം. അതിനിടയ്ക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധം പറയാ, അത് പിന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക നമ്മള്. എനിക്ക് സിനിമയിൽ തന്നെ വേറെയും തൊഴിലുകൾ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻ അതൊന്നും. ലാസ്റ്റ് എന്റെ പൊന്നോ, നമ്മുടെ ആങ്കർ വീണ